ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് കൺഫേം ആയിട്ടില്ല ഇതുവരെ. കുറേ സിനിമകളുണ്ട്, അതായത് 10ഓളം സിനിമകളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 10ഓളം സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പല സിനിമകളുടെയും അപ്ഡേറ്റുകളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. ഏതൊക്കെയാണെന്ന് നോക്കാം. 10 സിനിമകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ തമിഴിൽ നിന്ന് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത പാർക്കിംഗ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഹരീഷ് കല്യാൺ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയതാണ് അറിയാൻ കഴിയുന്നത്. ജനുവരി മാസം പകുതിയോടുകൂടി ഈ ഒരു സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ് ഭാഷ കൂടാതെ മലയാളം ഭാഷയിലും അവൈലബിൾ ആകാനാണ് ചാൻസ് ഉള്ളത്. അടുത്തത് നമ്മുടെ നയൻതാര, ജയ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത അന്നപൂർണ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്നു കഴിഞ്ഞാൽ ജനുവരി മാസം ഫസ്റ്റ് വീക്ക് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും നെറ്റ്ഫ്ലിക്സിൽ വരുന്ന സമയത്ത്. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷനൊക്കെ നേടി, അഭിപ്രായങ്ങളൊക്കെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് അന്നപൂർണ എന്ന സിനിമ. അടുത്തത് ഹിന്ദിയിൽ നിന്ന് റിലീസ് ചെയ്ത് എന്താ പറയുക ഡിസാസ്റ്ററായി മാറിയ ഒരു സിനിമയാണ്. ടൈഗർ ഷ്രോഫ്, കൃതി സനോൻ, അമിതാഭ് ബച്ചൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഗണപതി എന്ന സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഡിസംബർ മാസം 15-ാം തീയതിയോ അല്ലെങ്കിൽ 21-ാം തീയതിയോ ആണ് ഈ സിനിമയുടെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് വരുന്നത്, നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നത്. ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലൊക്കെ അവൈലബിൾ ആകാനാണ് ചാൻസ് ഉള്ളത്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് മലയാളത്തിലുള്ളൊരു സിനിമയാണ്. ശേഷം മൈക്കിൾ ഫാത്തിമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കല്യാണി പ്രിയദർശൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രേക്ഷക പ്രതികരണം നേടിയെങ്കിലും തിയേറ്ററിൽ വിജയിക്കാതെ പോയൊരു സിനിമയാണ് ഈ ഒരു സിനിമ. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഡിസംബർ മാസം 15-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി, ഈ 2 ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് എന്നാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത ജോഷി സംവിധാനം ചെയ്ത നമ്മുടെ ആൻ്റണി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ജോർജ് ജോർജ്, കല്യാണി പ്രിയദർശൻ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ജനുവരി പകുതിയോടുകൂടി ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നുള്ളൊരു അൺഒഫീഷ്യൽ റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു ബോളിവുഡ് മൂവിയാണ്. രൺബീർ കപൂറിൻ്റെ എനിമൽ എന്ന് പറഞ്ഞ സിനിമ. 4 ദിവസം കൊണ്ട് 430 കോടിക്ക് മുകളിലൊക്കെ കളക്ഷൻ ഈ സിനിമ നേടിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു ഈ ഒരു സിനിമ. ഇനി 1000 കോടി കടക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ റെക്കോർഡ് വെട്ടിക്കുമോ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാത്തിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ സിനിമ മലയാളം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, തെലുങ്ക്, തമിഴൊക്കെ ഉണ്ടാവാനാണ് ചാൻസ്. ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് OTT റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ബോളിവുഡ് സിനിമകളൊക്കെ OTT റിലീസ് ചെയ്ത് 50 ദിവസത്തിന് ശേഷം മാത്രമേ OTT റിലീസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമ ജനുവരി മാസം 26-ാം തീയതി പ്രതീക്ഷിക്കാമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്തത് തെലുങ്കിൽ നിന്ന് റിലീസ് ചെയ്ത ടോബി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് എന്താണെന്നുള്ളത്. ഇപ്പോഴും ഈ ഒരു സിനിമ എന്താ പറയുക തിയേറ്ററിലൊരു പരാജയം നേരിട്ട സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ പല ബിസിനസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവർക്ക് നഷ്ടമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള എന്താ പറയുക അതിനുള്ള ഓരോ കാര്യങ്ങളായിട്ട് ആണ് ഇപ്പോൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അറിയാൻ കഴിയുന്നത്. ഇനിയും ലേറ്റ് ആവുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് അതുപോലെ തന്നെ പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു സിനിമയാണ്. ദിലീഷ് പോത്തൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഓ ബേബി എന്ന സിനിമ. നല്ല അഭിപ്രായം നേടിയ സിനിമയായിരുന്നെങ്കിൽ പോലും തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ്. പല ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ചിട്ട് അതിന് ശേഷം മാത്രമേ എന്താ പറയുക അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി മാസത്തോടു കൂടി മാത്രമേ OTT റിലീസ് ഉണ്ടാവുന്നതാണ് അറിയാൻ കഴിയുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. IFKയിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത സിനിമ അറിയുന്നത് തിയേറ്ററിൽ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത മഹാറാണി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഒരു പരാജയം നേരിട്ട സിനിമയാണ്. റോഷൻ മാത്യു, ഷൈൻ ടോം ചാക്കോ എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിട്ടതാണ്. ഇന്ന് റിലീസ് ചെയ്ത് നോക്കിയാൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ ന്യൂ ഇയർ സ്പെഷ്യലായിട്ടോ റിലീസ് ചെയ്യുന്നുള്ള ഈ മാസം ലാസ്റ്റ്
വീക്കോട് കൂടി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. HROTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. ഇനി ഒരു സിനിമ കൂടിയുണ്ട്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പലരും കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് കള്ളനും ഭഗവതി എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാളെങ്കിലും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ കള്ളനും ഭഗവതി എന്ന സിനിമയുടെ അപ്ഡേറ്റ് എന്തായി എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ഇതിനു മുമ്പേ തന്നെ ചെയ്ത പല വീഡിയോസിലും പറഞ്ഞിരുന്നു ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഇതുവരെ ആരും സ്വന്തമാക്കിയിട്ടില്ല. പിന്നെ എന്താ പറയുക, പിന്നെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്യാനാണ് അവർ തയ്യാറെടുക്കുന്നതിനുള്ള അപ്ഡേറ്റുകളാണ് റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. അന്ന് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇതുവരെ അതിനുശേഷം ഒരു അപ്ഡേറ്റുകളും വന്നിട്ടില്ല എന്നാണ്. പിന്നെന്താ പറയുക, ഇതുവരെ വേറെ പുതിയ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല ഈ സിനിമയെക്കുറിച്ച്. ഏത് OTT പ്ലാറ്റ്ഫോം ആണോ, യൂട്യൂബ് ചാനൽ തന്നെ വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഒരു ദിവസം വരാതിരിക്കില്ല എന്ന് ഉറപ്പിക്കാം നമുക്ക്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഉടൽ എന്ന് പറഞ്ഞ സിനിമയും. അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഇതുവരെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ വരും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, എൻ്റെ വീഡിയോ എത്രയാണ്. പിന്നെ വേറെന്താ, മൂവി എന്ന് പറഞ്ഞ സിനിമയുടെ സീരീസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിമൽ, പിന്നെ കുറേ സിനിമകളുടെ ദൂതാറിൻ്റെ സീരീസ്, അങ്ങനെ കുറേ സിനിമകളുടെയൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഫുൾ കംപ്ലീറ്റ് ലിസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് OTT റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതൊക്കെ എന്താ പറയുക, അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഏതൊക്കെ സിനിമകൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ പിന്നെ എൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.